മോശയോട് ദൈവം അരുളി ചെയ്തു, എൻ്റെ ജനം ഫറവോൻ്റെ അരിക്കൽ വല്ലാതെ കഷ്ടപ്പെടുന്നു. ദൈവത്തെ ആരാധിപ്പാൻ, യഹോവയെ ആരാധിപ്പാൻ പറ്റാതെ വണ്ണം അവിടെ ഊഴിയ വേല ചെയ്തു അവിടെ കഠിനപ്പെട്ട് കിടക്കുന്നു. യഹോവ മോശയെ വിളിച്ചിട്ട്, എൻ്റെ ജനമായ ദൈവമക്കളാകുന്നവരെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് നീ ഫറവോനോട് ചെന്ന് പറയണം എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനപ്രകാരം അവിടുന്ന് മോശ കടന്നു ചെന്നു ഫറവോനോട് ആവശ്യപ്പെട്ടു, തൻ്റെ ജനത്തെ യഹോവയായ കർത്താവിനെ ആരാധിപ്പാൻ വിടണമെന്ന്. ഫറവോൻ്റെ ഹൃദയം അതികഠിനമായിരുന്നു. മോശ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാതെ വണ്ണം മോശ വളരെ ഭാരപ്പെട്ട് യഹോവയോട് വീണ്ടും പറഞ്ഞു. അങ്ങനെ പലവട്ടവും ചെന്നു, എന്നാൽ ഒരു വട്ടം പോലും ഫറവോൻ അനുതാപപ്പെട്ടില്ല. എന്നാൽ യേശു ദൈവമാകുന്ന കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു, 10 ബാധ അവൻ്റെ നേരെ അയച്ചു. വെട്ടുക്കിളി, തുള്ളൻ, പേൻ, തവള, കൽമഴ, അങ്ങനെ പലവിധമായ 10 ബാധകളെ അവൻ അയച്ചു. ധൂളി, അങ്ങനെ ഒത്തിരി 10 എങ്ങനെയാണോ 10 ബൈബിൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. വായിക്കാമെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്രകാരം അയച്ചിട്ടും ഫറവോൻ്റെ ഹൃദയം വീണ്ടും കഠിനമായിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്നും തൻ്റെ ജനത്തിനോട് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകരായ ദൈവദാസന്മാർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ട്രാക്റ്റുകൾ വലിച്ച് എടുത്തു കളഞ്ഞ്, ബൈബിൾ ചവിട്ടിക്കളഞ്ഞു, അവരെ അടിച്ച് ഉപദ്രവിച്ചു ഒക്കെ കഴിയുമ്പോൾ അന്നത്തെ അതേ ജനം തന്നെ ഇന്നും മോശയുടെ കാലം പോലെ തന്നെ ഫറവോൻ്റെ കാലം ഇന്നും കടന്നിരിക്കുന്നു. എത്ര ബാധ അയച്ചാലും മനുഷ്യൻ മാനസാന്തരപ്പെടുകയില്ല. അപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് പോലെ, ബൈബിൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ 10 ബാധയ്ക്ക് പകരം 20 ബാധ അയച്ചു കാണും. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഡെങ്കിപ്പനി മുതൽ, എലിപ്പനി മുതൽ, വൈറസ്, അവിടുന്ന് കൊറോണ മുതൽ ഇന്ന് ലാസ്റ്റ് ഒമിക്രോൺ വരെയും നമ്മളെടുത്ത് എണ്ണി നോക്കുമ്പോൾ 10 20 ബാധകൾ നമ്മുടെ ഈ ദേശത്ത് പെരുകിയിട്ടും തൻ്റെ ജനം മാനസാന്തരപ്പെടാതെ വണ്ണം, അവിടുന്ന് ദൈവത്തെ അറിയാതെ വണ്ണം, ദൈവം ആരെന്നറിയാതെ വണ്ണം, ജീവനുള്ള ദൈവം എന്താണെന്നറിയാതെ പലവിധമായ ദൈവങ്ങളുടെ പുറകെ, മനുഷ്യ ദൈവങ്ങളുടെയും പുറകെ പോകുന്ന കാലഘട്ടങ്ങളായി തീർന്നിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം സത്യമായി പറയുന്നു, സുപ്രസാദകാലം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സത്യ ഏക ദൈവം ആരെന്നറിഞ്ഞ് സത്യദൈവത്തെ ആരാധിപ്പീൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ മുട്ടി തുറന്നു കൊടുത്താൽ അവൻ എന്നോടും ഞാൻ അവനോടും അത്താഴം കഴിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ യഹോവയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്താൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. ദൈവം അനുഗ്രഹിക്കും. ആമേൻ.